ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം. എന്നാൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗെദി മരുഭൂമിയിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി. അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവൻ്റെ ആളുകളെയും തിരയുവാൻ കാട്ടാടിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയരികിലുള്ള ആട്ടിൻ തൊഴുത്തിങ്കിലെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗൽ കാൽമടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങി. അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാൻ്റെ നേരെ കൈയെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ച് അമർത്തി. ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല. ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ വഴിക്ക് പോയി. ദാവീദും എഴുന്നേറ്റ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ശൗലിനോട്, എൻ്റെ യജമാനനായ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞു. ശൗൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നെന്ന് പറയുന്നവരുടെ വാക്കു നീ കേൾക്കുന്നതെന്ത്? യഹോവ ഇന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എൻ്റെ യജമാൻ്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പിതാവെ കാണുക, എൻ്റെ കയ്യിൽ നിൻ്റെ മേലങ്കിയുടെ അറ്റം ഇതാ കാണുക. നിൻ്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എൻ്റെ കയ്യിൽ ദോഷവും ദ്രോഹവും ഇല്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞുകൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എൻ്റെ കൈ നിൻ്റെ മേൽ വീഴുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു എന്നല്ലോ പഴഞ്ചൊൽ പറയുന്നത്. എന്നാൽ എൻ്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ഒരു ചത്ത നായി ഒരു ചെള്ളിനെ അല്ലയോ? ആകയാൽ യഹോവ ന്യായാധിപനായി എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കുകയും എൻ്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. ദാവീദ് ശൗലിനോട് ഈ വാക്കുകൾ സംസാരിച്ച് തീർന്ന ശേഷം ശൗൽ, എൻ്റെ മകനെ ദാവീദേ, ഇത് നിൻ്റെ ശബ്ദമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞു. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ. ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാറേയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ? നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. എന്നാൽ നീ രാജാവാകും. ഇസ്രായേൽ രാജ്യത്വം നിൻ്റെ കയ്യിൽ സ്ഥിരമാകുമെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ നീ എൻ്റെ ശേഷം എൻ്റെ സന്തതിയെ നിർമ്മൂലമാക്കി എൻ്റെ പേർ എൻ്റെ പ്രതിഭവനത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ലെന്ന് യഹോവയുടെ നാമത്തിൽ ഇപ്പോൾ എന്നോട് സത്യം ചെയ്യണം. അങ്ങനെ ദാവീദ് ശൗലിനോട് സത്യം ചെയ്തു. ശൗൽ അരമനയിലേക്ക് പോയി. ദാവീദും അവൻ്റെ ആളുകളും ദുർഗത്തിലേക്കും പോയി.